ഹലോ, ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാനും എൻ്റെ മോളും കൂടെ കാട്ടാക്കട വരെ വന്നതാണ്. അപ്പോഴാണ് അവിടെ പുതിയ രാമേന്ദ്ര തുടങ്ങിയിടത്ത് ഭയങ്കരമായ തിരക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി. അതിനകത്തോട്ട് കയറിയപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു സാരി എടുക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് കയറിയത്. കയറി അവിടെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോറൊക്കെ കയറി. സെക്കൻഡ് ഫ്ലോറിലാണെന്ന് തോന്നുന്നു, എനിക്ക് നന്നായിട്ട് ഓർമ്മയില്ല. കുറച്ച് ദിവസമായില്ലേ വീഡിയോ എടുത്ത് വെച്ചിട്ടേ, അതുകൊണ്ട് ഓർമ്മ ശരിക്ക് വരുന്നില്ല. സെക്കൻഡ് ഫ്ലോർ ആണെന്ന് തോന്നുന്നു. മെറ്റീരിയൽസിൻ്റെ കളക്ഷനും സാരിയൊക്കെ ഉള്ളത്. അവിടെ കയറി അമ്മയ്ക്ക് ഒരു സാരി എടുത്തു, ഒരു കോട്ടൺ സാരി എടുത്ത് അങ്ങനെ നമ്മൾ പിന്നെ ഒരു സാരി ഇങ്ങനെ കുറേ നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഒരു കോട്ടൺ സാരിയാണ്. കോട്ടൺ സാരി എടുക്കാൻ വേണ്ടി ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്ന്. അപ്പം പിന്നെ കുറേ എന്താ പറയുക, ആൾക്കാരൊക്കെ ഇങ്ങനെ തിരിഞ്ഞിട്ടിരിക്കുന്നു. വലിയ സെലക്ഷനൊന്നും വലുതായിട്ടൊന്നും നമുക്ക് കണ്ണി കാണാൻ പറ്റിയില്ല. ചവറ് പോലെ ഇങ്ങനെ സാധനങ്ങൾ ബണ്ടിലായിട്ടിട്ടിരിക്കുന്നു. അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ ഞാനും മോളും കൂടെ വളരെ പ്രയാസപ്പെട്ട് ഒരു സാരി തപ്പിയെടുത്തു. അങ്ങനെ സാരി എടുത്ത ശേഷം നെക്സ്റ്റ് അതിൻ്റെ മാച്ചിങ് ബ്ലൗസ് പീസിന് വേണ്ടിയിട്ട് നോക്കി. ബ്ലൗസ് എടുക്കാൻ വേണ്ടി ബ്ലൗസിൻ്റെ സെക്ഷനിലോട്ട് മെറ്റീരിയൽ കട്ട് ചെയ്ത് തരുന്ന മെറ്റീരിയൽ സെക്ഷനിലോട്ട് പോയി. പിന്നെ കുറേ നേരം തിരഞ്ഞപ്പോൾ ഒരു മാച്ചിനുള്ള ബ്ലൗസ് കറക്റ്റ് അതിൻ്റെ കളറിനനുസരിച്ചുള്ള ബ്ലൗസ് കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. പിന്നെ അവിടെ എടുത്ത് തരാനായിട്ട് സെയിൽസ് ഗേൾസും വേറെ ആരും തന്നെ ഇല്ല. നമ്മൾ സ്വന്തമായിട്ട് തന്നെ എല്ലാം എടുക്കണം. അങ്ങനെ പിന്നെ അവിടെ കുറേ നേരം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തു. കാരണം അതിൻ്റെ ആ ബോർഡറിൻ്റെ കറക്റ്റ് അതിൽ സാരിയിലുള്ള ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് മെറ്റീരിയൽ നമ്മൾ ഈ കോട്ടൻ്റെ ബ്ലൗസ് മെറ്റീരിയലാണ് നോക്കിയത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി അവസാനം ഒരു ബ്ലൗസ്, ഒരു മെറൂൺ കളർ അതിലുള്ള സാരിയിലുള്ള ഒരു കളറ് അതിൻ്റെ മാച്ച് ബ്ലൗസ് എടുത്തിട്ട് പിന്നെ കുറേ വേറെ ഫാൻസി മെറ്റീരിയലൊക്കെ വെറുതെയൊക്കെ ഒന്ന് ഞാനും മോളും കൂടെ നോക്കി. കയറിയതല്ലേ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നോക്കി. കളക്ഷൻ എന്ന് പറയാൻ വലിയ ഡ്രസ്സിൻ്റെ കളക്ഷനൊന്നും ഒരുപാടില്ല. അതായത് കളക്ഷനല്ല, സെലക്ഷനും കുറവാണ്. ഈ തുടങ്ങിയിട്ട് ഓപ്പണായിട്ട് 2 ദിവസം ആയുള്ളൂ എങ്കിലും ഭയങ്കരമായ തിരക്ക് കാരണം ആൾക്കാരൊക്കെ ഇങ്ങനെ തിരിഞ്ഞിട്ട ഒരു കൂന കൂട്ടി ഇങ്ങനെ ഇട്ടിരിക്കുവാണ് ചില സാധനങ്ങളൊക്കെ. ട്രിവാൻഡ്രത്ത് പോകണ അത്രയും ഒരു നല്ലതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ കാട്ടാക്കട ഇത് വന്നപ്പോഴത്തേക്ക് ആൾക്കാർക്കൊരു കൗതുകം കൊണ്ടായിരിക്കാം ഇത്രയും തിരക്ക് അനുഭവപ്പെടണം. എല്ലാവരും ചെന്ന് എന്താണെന്ന് നോക്കാൻ വേണ്ടി കയറിയതായിരിക്കാം. അവിടെ നിന്ന് പിന്നെ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് നേരെ വിസ്മയ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ അവിടെ നിന്നും അവിടെ രാമേന്ദ്രനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വിസ്മയ ഹൈപ്പർ മാർക്കറ്റ്, രാമേന്ദ്രൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള അവിടെ കയറി. അവിടെ നിന്ന് ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അങ്ങനെ അവിടെ കയറി കുറേ നേരം അതിനകത്തൊക്കെ ഒന്ന് കറങ്ങി നടന്നെല്ലാം കണ്ടിട്ട് അവസാനം വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങി അവിടെ നിന്ന് പിന്നെ ഞാനും മോളും കൂടെ പിന്നെ കുറേ നേരം അതിനകത്ത് ഓരോന്ന് നോക്കി നടന്നായിരുന്നു. പിന്നെ ഇവിടെ കുറേ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അതിനകത്ത് എല്ലായിടത്തുമൊക്കെ ഒന്ന് കറങ്ങി നടന്ന് നോക്കി. നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് എല്ലാം ഉണ്ടായിരുന്നത്. നമ്മൾ പിന്നെ കുറച്ച് സാധനങ്ങളെ മേടിച്ചുള്ളൂ അതിനകത്തുനിന്ന് വാങ്ങിയ ശേഷം. വിസ്മയിൽ നിന്ന് പിന്നെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി വണ്ടി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് വെച്ചിരുന്നത്. നേരെ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്.